നമസ്കാരം. തെരുവുനായകളുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ സുപ്രധാനമായ ഒരു വിധി കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അഗ്രസീവായ ജനങ്ങളുടെ ജീവന് ഭീഷണിയാകുന്ന രീതിയിലുള്ള തെരുവുനായകളെ കൊല്ലാം എന്നതായിരുന്നു. എന്നാൽ അത് ആളുകൾക്ക് നേരിട്ടിറങ്ങി കൊല്ലാൻ പറ്റുന്നതല്ല. അതിന് സർക്കാർ സംവിധാനം തന്നെ മുന്നോട്ട് വരേണ്ടതാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ ഡോഗ് റെസ്ക്യൂവിന്റെ ആളുകളും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ നമുക്കൊരു ക്ലാരിഫിക്കേഷൻ കിട്ടണമെന്ന രീതിയിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. പെരിങ്ങോത്താണ്, കൊരങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത്. ഇവിടെ അനീഷ പാവൂർ എന്ന് പറയുന്ന ഒരു ഡോഗ് റെസ്ക്യൂർ ഉണ്ട്. അവരോട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. അനീഷ പാവൂർ ആണ് എനിക്കൊപ്പം ഉള്ളത്. ഒരു ഡോഗ് റെസ്ക്യൂർ ആണ്. എത്ര വർഷമായിട്ട്? ഞാനൊരു 19-20 വർഷമായിട്ട് റെസ്ക്യൂർ ആണ്. ഇത് പ്രത്യേകമായിട്ട് പഠിച്ചിട്ടാണോ? ഒന്നുമില്ല, ഒന്നും പഠിച്ചിട്ടില്ല. ഇല്ല. ഇവിടെ വന്നിട്ടിപ്പോ ഒരു 1.5 വർഷമായി. അതിനു മുന്നേ എവിടെയായിരുന്നു? ഉത്തരാഖണ്ഡിലായിരുന്നു. ഹസ്ബൻഡൊക്കെ അവിടെയാണ്? ഇപ്പോഴും അവിടെ തന്നെയാണ്, ഉത്തരാഖണ്ഡിൽ തന്നെയുള്ളത്. മോള് ഹസ്ബൻഡ് ഹൈദരാബാദിലേക്ക് മാറിയിട്ടുണ്ട്. നായ്ക്കളോടുള്ള സ്നേഹം ഇവരെ ഒന്ന് സുരക്ഷിതരാക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇപ്പൊ നാട്ടില് താമസിക്കുന്നത്. ഇപ്പൊ സാധാരണഗതിയിൽ നമുക്കറിയാം, ഈ സ്ട്രീറ്റ് ഡോഗുകളൊക്കെ കടിച്ച കുട്ടികൾക്കൊക്കെ വലിയ അപകടങ്ങൾ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ട്. അത് വളരെ ദുഃഖകരമാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുകയും അതിനെ റെസ്ക്യൂ ചെയ്യുന്നവർക്ക് ഒരു പൊതുസമൂഹത്തിൽ നിന്ന് അത്ര കണ്ടൊരു വെൽക്കമിങ് അല്ല കിട്ടുന്നത്. അതിനെ കുറിച്ച് എന്താ തോന്നിയിട്ടുള്ളത് ഈ 2 വർഷം? എനിക്ക് നാട്ടിൽ നിൽക്കുമ്പോൾ തോന്നിയിട്ടുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാല്, പല ആൾക്കാർക്കും, ചില ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ്, ചില ആൾക്കാർക്ക് നല്ല ബിഹേവിയർ, നമുക്ക് നല്ല ഒരു ഇത് തരുന്നുണ്ട്. പക്ഷെ ഒന്നും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കൊടുക്കുന്ന ഏരിയയിലൊന്നും എനിക്ക് ഇന്നേവരെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. കാരണം വെച്ചാൽ ആൾക്കാരൊക്കെ ഡോഗ്സിനോട് വളരെ നന്നായിട്ട് പെരുമാറുന്ന ആൾക്കാരാണ്. പക്ഷെ എൻ്റെ പല ഫ്രണ്ട്സും പറയുന്ന കേട്ടിട്ടുണ്ട്, അവർ ഫീഡ് ചെയ്യുന്ന ഭാഗത്ത് പല പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ഒരുപാട് ഡോഗുകൾ കൂടുമ്പം നാട്ടുകാർക്കെല്ലാം ബുദ്ധിമുട്ടാണ്. സ്ട്രീറ്റ് ഡോഗ്സ് എന്ന് പറഞ്ഞ ആൾക്കാർ, പിന്നെ അത് ചെയ്യേണ്ടത് ഗവൺമെൻറ്റാണ്. ABC റൂള് നന്നായി കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഡോഗ്സിന്റെ എണ്ണം കൂടൂല, തെരുവില് വളർന്നു. ഇപ്പൊ ഇങ്ങനെ ആളുകൾ റെസ്ക്യൂ ചെയ്യുന്നതിന് പകരം ശരിക്കും സർക്കാർ സംവിധാനം തന്നെ ഇങ്ങനത്തെ ഒരു റെസ്ക്യൂ ഹോം ഒക്കെ ഉണ്ടാക്കി നൽകാവുന്നതേ ഉള്ളൂ അല്ലേ? അതെ. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെ നടത്തിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ പോയി സംസാരിക്കാറുണ്ട് മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളിലെല്ലാം ഷെൽട്ടറിനെ കുറിച്ചിട്ട്. പക്ഷെ അവര് തുടങ്ങുന്നുണ്ട്, ആക്കുന്നുണ്ട്, പറയുന്നതല്ലാണ്ട് ഇതുവരെ ഒന്നും ഉണ്ടായില്ല. അങ്ങനെ ഒരു സംവിധാനം വരുന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. പിന്നെ ഞാൻ പറയുന്നത്, ഒരു സ്വന്തമായിട്ട് ഒരു NGO തുടങ്ങണം ഇതിന് വേണ്ടിയിട്ട്. അങ്ങനെ ചിന്തിച്ച് ഇപ്പൊ മുന്നോട്ട് പോവുകയാണ്. അതെ, ഈ റെസ്ക്യൂർഡ് ആയിട്ടുള്ള ആളുകള് ഭക്ഷണം നൽകുകയും ഇതിനെ പാമ്പർ ചെയ്യുകയും ചെയ്യുന്ന ഒരു പരിധി വരെ ഇവര് അപകടകാരികളല്ലാതിരിക്കാനും സഹായിക്കും. അത് ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതെ, കാരണം വെച്ച് കഴിഞ്ഞാൽ ഫീഡേഴ്സ്, റെസ്ക്യൂവേഴ്സ് എന്ന് പറയുന്നത്, ഫീഡേഴ്സ് എല്ലാ ഭാഗത്തും ആവശ്യമാണ്. കാരണം വെച്ചാൽ ഒരു ഗവൺമെന്റ് ABC, ഒരു പഞ്ചായത്ത് ഒരു ABC സെന്ററിൽ നിന്ന് പിന്നെ കേച്ചേഴ്സിനെ പറഞ്ഞു വിടുമ്പോൾ, കാരണം വെച്ചാൽ അവർക്ക് വന്ന് നോക്കി അവർ കിട്ടിപ്പിടിച്ചു പോയി. പക്ഷെ ഒരു ഫീഡേഴ്സ് ഉണ്ടെങ്കിൽ അവര് വിളിക്കുമ്പോൾ ഡോഗ്സ് അവിടെ വരും. നമ്മളത് ഇൻഫോം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിനെ പോയി പിന്നെ അവർക്ക് പിടിച്ചു കൊടുക്കാനുള്ള സൗകര്യങ്ങൾ കാണിച്ചു കൊടുക്കും. കാരണം വെച്ചാൽ അതൊരു ഫീഡേഴ്സ് വേണം ഓരോരോ ഏരിയയിലും. അവർക്ക് ഏറ്റവും കൂടുതൽ അറിയല് എവിടെ എത്ര ഡോഗ്സ് ഉണ്ട് എന്നുള്ളതെല്ലാം. ഇപ്പൊ എനിക്കറിയാം ഓരോരോ ഏരിയയിൽ എത്ര ഡോഗ്സ് ഉണ്ട്. കാരണം വെച്ചാൽ ഞാൻ വരുന്ന വഴിയിൽ ഞാൻ ഫീഡ് ചെയ്യുന്ന ഡോഗ്സ് ഒരുപാടുണ്ട്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ട്, ഇത് മെയിനായ പ്രശ്നമാണ്. എല്ലാ റെസ്ക്യൂവേഴ്സിൻ്റെതായാലും ഫീഡേഴ്സിന്റെയും മെയിൻ പ്രശ്നം ഫണ്ടാണ്. എന്നാലും നമ്മൾക്ക് കിട്ടുന്ന ചെലവിന്ന്, എനിക്ക് ജോലി ഇല്ലാത്ത ഒരാളാ ഞാൻ, എൻ്റെ ഹസ്ബൻഡിന്റെ വരുമാനത്തിൽ നിന്ന് എടുത്തിട്ടാണ് ഞാൻ ഡോഗ്സിനെ വളർത്തുന്നത്. ഇപ്പൊ എല്ലാവർക്കും ഹസ്ബൻഡും വീട്ടുകാരും സഹകരിക്കണം എന്നില്ല ഇല്ല. അപ്പൊ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഏത് വഴി നോക്കിക്കഴിഞ്ഞാലും എനിക്ക് പ്രശ്നമല്ല. അതുപോലെയല്ല എൻ്റെ പല ഫ്രണ്ട്സിന്റെയും കാര്യം. കാരണം വെച്ചാൽ ഇതിനൊരു പാഷനായി കൊണ്ട് നടക്കുന്ന ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. അവരെ ബുദ്ധിമുട്ട് പറഞ്ഞാൽ ഫണ്ടില്ലാത്തതാ. എന്നാലും അവരെന്തെങ്കിലും ഒരു തൊഴിലെടുത്തിട്ടും കട ആയ എല്ലാ ഫ്രണ്ട്സ് വരെ ഉണ്ട് ഈ ഡോഗിനെ വളർത്താൻ വേണ്ടിയിട്ട്. അവർക്ക് സമൂഹത്തിൽ നിന്ന് കിട്ടുന്നതോ അത്രയും മോശമായ അവസ്ഥയാണ്. നമുക്ക് ആൾക്കാരെ കുറ്റം പറയാനും പറ്റില്ല. കാരണം കുഞ്ഞുങ്ങളെയൊക്കെ സ്കൂളിലേക്ക് വിടുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പട്ടികളെ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു പേടി. ഇന്നത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ പെരുകുന്നു ഒരുപാട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ABC സംവിധാനത്തിന്റെ ഇതാണ് ഞാൻ പറയൂ. സ്ട്രീറ്റ് ഡോഗ്സ് അല്ല നമ്മളെ ഈ സ്ട്രീറ്റ് ഡോഗ്സ് എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി ഡോഗാ അല്ലേ? ഇവര് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നമ്മള് വീടുകൾ വളർത്തി കൊണ്ടുവിടുന്ന ഡോഗ്സ് ആണ് അറ്റാക്ക് ചെയ്യുന്നത്. അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റൂല. പിന്നെ ഇവര് പറഞ്ഞ വീട്ടിലുള്ളവരെ മാത്രമല്ലേ കാണുന്നില്ല, പുറത്തുള്ള ആൾക്കാരുമായി കാണുന്നില്ല. ഇവരെ റോഡ് സൈഡിലേക്ക് ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുവിടുമ്പോഴുള്ള പ്രശ്നം, അവര് അഗ്രസീവ് ആവും ആൾക്കാരെ. ചില
ചില ഡോഗ്സ് ഉം. അഗ്രസീവ് ആവും. പിന്നെ എന്തൊക്കെ അസുഖം വന്നിട്ടാണ് ഇതിനെ റോഡിൽ കൊണ്ട് നമുക്ക് എത്രയോ ഡോഗ്സിന് ഞാനിപ്പം കൊണ്ടുവന്നതെല്ലാം ഡോഗിന് കൂടി അതിന്റെ രോഗം പകരാനുള്ള സാഹചര്യം ഉണ്ട്. അപ്പൊ അതല്ല ഏറ്റവും വലിയ തെറ്റ് ചെയ്യുന്നത് വീടുകളിൽ വളർത്തുന്നവരാണ്. അസുഖം വന്ന് റോഡിൽ തള്ളുന്നവരെ ആണ്. ആണ്. നമ്മളൊരു ഇഷ്ടത്തിന് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ഇത് തോന്നി നമ്മളൊരു ഡോഗിനെ വാങ്ങി നമ്മളത് വളർത്തി നമുക്ക് അതിനെ വേണ്ടാന്ന് തോന്നുന്ന ആ ഒരു സമയം ചിലപ്പം പ്രായമായിട്ടാവാം അതിനെ ഫുള്ളായി യൂസ് ചെയ്തിട്ട്, ഇല്ലെങ്കിൽ ചെറിയ കുട്ടികളെ പപ്പീസിനെ പോലും വാങ്ങിയിട്ട് റോഡ് സൈഡിൽ കൊണ്ടുപോയി കളഞ്ഞിട്ട് നമുക്ക് എത്രയോ കോളുകൾ വരുന്നുണ്ട്. നമ്മൾ പോയി, ഞാനായാലും എൻ്റെ ഫ്രണ്ട്സ് ആയാലും പോയിട്ട് എടുക്കുന്നുണ്ട്. എല്ലാ ജില്ലകളിൽ നിന്നും പോയിട്ട് എടുത്ത് അവര് കൊണ്ടുവന്ന് അവരെ ചെലവിൽ അവര് വളർത്തുന്നു. ഇതിന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ഗവൺമെന്റ് പിന്നെ ഒരു സംവിധാനം ഉണ്ടാക്കി പഞ്ചായത്തുകൾ തലത്തിലോ അല്ല മുനിസിപ്പാലിറ്റി തലത്തിലോ ഏത് തലത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ടാക്കി ഓരോരോ വീടുകളിലും എത്ര ഡോഗ്സ് ഉണ്ട് എന്നില്ലേ ഒരു സെൻസസ് എടുക്കണം. വീടുകളിലുള്ളതായാലും നമ്മളെ എവിടെ ഇല്ല ഡോഗ്സ് ആണെങ്കിലും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മനസ്സിലാവും കൊണ്ട് തള്ളുന്നതും ആക്കുന്നതും അല്ല. ഞാൻ പഞ്ചായത്ത് പോയാലൊക്കെ പറയാറുണ്ട് അവരോട്, ഒന്നുമില്ലെങ്കിൽ ഓരോരോ മെയിൻ ടൗൺ ഇങ്ങനെയില്ലേ ഏരിയ ഉണ്ടാവൂലേ, ഇപ്പം പഞ്ചായത്തുകളായാലും അവിടെ ഇവിടെ ഓരോരോ CCTV ഓരോരോ ക്യാമറകൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കൊണ്ട് കളയുന്നത് മെയിനായിട്ട് കളയുന്നത് അങ്ങനെയല്ലേ. അതെ, ഇവിടെ ഇപ്പം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും വളരെ ഒറ്റപ്പെട്ട സ്ഥലത്താണ് അനുഷ്ഠിച്ച് ഇങ്ങനെ ഒരു വീട് ഡോഗുകൾക്ക് ആയി നൽകിയിരിക്കുന്നത്. അപ്പോ ഇവിടെ ചുറ്റുപാടും മറ്റ് മനുഷ്യന്മാർ ഇല്ലാത്തത് കൊണ്ട് ആർക്കും ദ്രോഹമില്ല. ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഇവിടെ നോക്കും ഒരു അയൽവാസികളിൽ ആരുമില്ല, എനിക്കൊരു ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് നേരെ മറിച്ച് എന്റെ ഫ്രണ്ട്സിനെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാ. ഒന്ന് പുറത്തു പോലും അവർക്ക് ഇളക്കി വിടാൻ പറ്റൂല. പിന്നെ ഈ ഹീറ്റിംഗ് ടൈമെല്ലാകുമ്പോ ഇവറ്റകൾ ഭയങ്കര കൊരയായിരിക്കും. അപ്പൊ അയൽവാസികൾക്ക് ബുദ്ധിമുട്ട്, അവര് പഞ്ചായത്തിൽ പോയി കംപ്ലൈന്റ് കൊടുക്കുക, വളരെ വളരെ പ്രശ്നം. അപ്പൊ ഈ ഒരു ചില ആളുകൾ മുന്നോട്ട് വന്ന് ചെയ്യുന്നതിന് പകരം ഒരു സർക്കാർ സംവിധാനം മുനിസിപ്പാലിറ്റി ആയാലും പഞ്ചായത്താണെങ്കിലും ചെയ്തേ തീരൂ. കാരണം ഏറ്റവും അവസാനമാണ് അതാ പറഞ്ഞേ. ലാസ്റ്റ് ഇല്ലേ നിയമം ഇപ്പം കണ്ടില്ലേ സുപ്രീം കോടതി വിധിയല്ലോ. അപ്പൊ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇനിയെങ്കിലും ഗവൺമെന്റ് അറിഞ്ഞ് ABC റൂള് ആയിട്ട് മുമ്പിലോട്ട് പോകണം. എന്നാൽ നമുക്ക് അഗ്രസീവ് ആവുന്ന ഈ വന്ധ്യീകരണം നടത്തി കഴിഞ്ഞാൽ അഗ്രസീവ് ആവില്ല. അങ്ങനെ ഒരു അത് സത്യമാണ്. ഇവര് അഗ്രസീവ് ആവൂല വന്ധ്യീകരണം ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ അതുമല്ല പെരുകുന്നത് റോഡ് സൈഡിലും എല്ലാം കുറെ കുറക്കാം. എന്താ വെച്ചാൽ ജനിച്ചു വന്ന കൊച്ചുങ്ങൾ മുഴുവൻ നമുക്കായാലും കിട്ടൂല. ഇത് വണ്ടിക്ക് വീണിട്ടും സങ്കടമാണ് നമുക്ക്. കൊച്ചു കുഞ്ഞുങ്ങളിങ്ങനെ വണ്ടിക്ക് വീണ് നമുക്ക് എത്ര പുഴ കൊണ്ടുവന്ന് പോറ്റാൻ പറ്റും? തീർച്ചയായിട്ടും പറ്റില്ല. കെയർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റില്ല. തീരുമാനം അധികൃതരുടെ ഭാഗത്ത് വേണം. ഇപ്പൊ നമ്മ ഓരോരോ റെസ്ക്യൂവേഴ്സ് ആയാലും ഒരു NGO തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു അതിനുള്ള സ്ഥലം എല്ലാം നമുക്ക് വേണ്ടേ? എല്ലാം നമ്മൾ നോക്കിയിട്ട് വേണം, ആൾപ്പാർപ്പില്ലാത്ത ഇടം എല്ലാം നോക്കിയിട്ട് വേണം നമ്മള് തുടങ്ങാനും വേണ്ടിട്ട്. അങ്ങനെ ഇപ്പൊ സർക്കാർ ഒരു സംവിധാനം ചെയ്യുകയാണെങ്കിൽ റെസ്ക്യൂർ ആയിട്ട് നമ്മള് കൂടെ നിന്ന് മുമ്പിലോട്ട് എല്ലാ സഹായങ്ങളും ചെയ്യും. അത് ഞാൻ എല്ലാ സ്ഥലത്ത് പോയ മുനിസിപ്പാലിറ്റിയിലായാലും പഞ്ചായത്തിലായാലും പോയാൽ ഞാൻ പറയാറുണ്ട്, നിങ്ങളങ്ങ് ഒരു സ്ഥലം കാണുമ്പോൾ പോലും വേണമെങ്കിൽ ഞങ്ങളെ വിളിച്ചോ, ഞങ്ങൾ വരാം. എല്ലാ സപ്പോർട്ടും നമ്മൾ ചെയ്ത് കൂടെ നിൽക്കുന്ന നമ്മളും പറയാറ്. കാരണം വെച്ചാൽ നമുക്കിങ്ങനെ ഓരോരോ കേസ് ഓരോരോ ഡോഗിനുള്ള ആൾക്കാർ ഓരോരോ ഏരിയയിൽ വിഷം വെച്ചോ കാണുമ്പോൾ നമുക്ക് സങ്കടമുണ്ട്. മനുഷ്യന്മാരോട് സ്നേഹമുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കൂടെ ജീവിക്കുന്ന ഡോഗുകളോടും മറ്റു മൃഗങ്ങളോടും ഒക്കെ സ്നേഹമുള്ള ആളുകളാണ് ഈ റെസ്ക്യൂവിനായിട്ട് ഇറങ്ങുന്നത്. അവരെ പക്ഷെ സമൂഹം പലപ്പോഴും ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുകയാണ്. പക്ഷെ അവരും നിസ്സഹായ അവസ്ഥയിലാണ് ഉള്ളത്. അധികൃതരാണ്, സർക്കാരാണ് ഇതിനൊരു ശാശ്വത പരിഹാരം നൽകേണ്ടത്. അങ്ങനെ ഒരു എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാവുന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണല്ലേ. അങ്ങനെ ഒരു മുന്നോട്ട് വരികയാണെങ്കിൽ എല്ലാ സഹായങ്ങളും ഇവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഉണ്ടാവുന്നുള്ള ഒരു പ്രതീക്ഷ വയ്ക്കാം. നന്ദി സംസാരിച്ചതിനൊക്കെ.